Hi dear friends, welcome to today's video. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഏപ്രിൽ തുടങ്ങുന്ന വെയിറ്റ് ലോസ് ചാലഞ്ചിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാം. ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് അല്ല ഇത്തവണ ഞാൻ എൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഡയറ്റും ടിപ്സും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം തൊട്ട് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പോർഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് വെയിറ്റ് കുറച്ചത്. അപ്പോൾ പോർഷൻ കൺട്രോൾ ചെയ്യുകയെന്ന് പറയുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ ചെയ്തതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അളവ് കുറച്ച് അങ്ങ് കഴിക്കുകയല്ല ചെയ്തത്. ഞാനതിനെ ഒരു പ്ലേറ്റിലാക്കി ഒരു ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പം നമ്മുടെ ഇത്തവണത്തെ ഈ വെയിറ്റ് ലോസിന് അങ്ങനെ ഒരു തീമും കൂടിയുണ്ട്. അതായത് നമ്മൾ വയറ് നിറയെ കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് വയറ് നിറയെ കഴിക്കുകയും വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഫുഡ് പ്ലേറ്റിലേക്ക് വരാം. അപ്പം നമ്മുടെ ഇവിടുത്തെ ഫുഡ് പ്ലേറ്റിൽ നമ്മൾ ഫുഡ് പ്ലേറ്റിൻ്റെ പകുതി ഭാഗങ്ങൾ ലോ കാലറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വെക്കുന്നത്. അതായത് എടുക്കുന്ന ടോട്ടൽ ഫുഡിൻ്റെ പകുതി എന്ന് പറയുന്നത് തീർത്തും കാലറി കുറഞ്ഞ ഐറ്റംസ്. ബാക്കി ഉള്ള ഭാഗത്തിൽ നമ്മുടെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അതുപോലെ പിന്നെ നമുക്ക് ക്രേവിങ്സ് തോന്നുന്ന എന്തെങ്കിലും ഒരു പോർഷനും കൂടി നമുക്ക് ഉൾപ്പെടുത്താം. അത് ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഗുണമായിട്ട് വലിയൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പല ഡയറ്റുകൾ മാറി നോക്കിയിട്ടുള്ളതാണ്. ഒന്നും എനിക്ക് എഫക്റ്റീവ് ആയില്ല, ഒന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ 1/2 കിലോ പോലും കുറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു മെത്തേഡിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്കൊരു ഫുഡ് ക്രേവിങ്സ് ഇല്ലാതെ അല്ലെങ്കിൽ വിശക്കുവാണല്ലോ എന്നുള്ളൊരു തോന്നലില്ലാതെ ഒരു ചീറ്റ് ഡേ പോലും എടുക്കേണ്ടി വരാതെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റി. കാരണം നമുക്കൊരു ചീറ്റ് ഡേ സ്പെഷ്യലായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. എല്ലാ ദിവസവും തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യമൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഡയറ്റാണിത്. എല്ലാവരും ഇപ്പോൾ ഈസ്റ്ററിൻ്റെ കാര്യവും വിഷുവിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ ചോദിച്ചു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. കാരണം ആ ഡേയ്സിൽ നമ്മുടെ ആവശ്യത്തിന് എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഡയറ്റ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മുടെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ തീം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. നമ്മൾ പ്ലേറ്റിൻ്റെ പകുതി നമ്മൾ സാലഡ്സ് വയ്ക്കുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പകുതി സാലഡ്, പിന്നീട് ഒന്നല്ലെങ്കിൽ 2, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എമൗണ്ട് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ 3 ഐറ്റം എടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഓൾറെഡി ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പകുതിയൊക്കെ എത്തി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3 ഇഡലി എന്നുള്ളിടത്ത് 1 ഇഡലിയോ 2 ഇഡലിയൊക്കെ എടുത്താൽ മതി. ഇനി ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 3 പറയുന്നിടത്ത് നിങ്ങൾ 4 എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മൾ സാലഡ്സ് ഫൈബറിനായി, നമ്മുടെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ചപ്പാത്തി അത് കാർബോഹൈഡ്രേറ്റ് ആയി, പിന്നെ ചിക്കൻ കറി കടലക്കറി ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് പ്രോട്ടീനുമായി. നമ്മുടെ ഒരു ഫുൾ പ്ലേറ്റ് കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾ പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. മാർച്ച് 31 ഞാൻ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഏപ്രിൽ 1 തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, പിന്നെ ഇടയ്ക്ക് നമുക്കൊരു സ്നാക്ക് വരുന്നുണ്ട്. പിന്നെ വീണ്ടും ലഞ്ചിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ മിക്കപ്പോഴും സാലഡിന് പകരം ഏതെങ്കിലും രീതിയിലുള്ള കാലറി കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഉച്ചയ്ക്കും വൈകിട്ടും ആയിരിക്കും ഇങ്ങനെ സാലഡ് വരുന്നത്. അപ്പോൾ ഉച്ചത്തെ പ്ലേറ്റിൻ്റെ അകത്തും ഹാഫ് സാലഡ്, ബാക്കി കുറച്ച് ചോറ് വേണ്ടവർക്കത്, ചപ്പാത്തി വേണ്ടവർക്കത്, പിന്നെ പ്രോട്ടീനുള്ളൊരു കറി. ഡിന്നറിൻ്റെ കാര്യവും അതുപോലെ തന്നെ. പിന്നെ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിന്നർ ഒരു 7 മണിക്കൊക്കെ മുന്നേ ആയിട്ടൊന്ന് കഴിച്ച് തീർക്കാനായിട്ട് നോക്കുക. അങ്ങനെയായാൽ ഫാസ്റ്റായിട്ട് നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാനായിട്ട് പറ്റും. ഡിന്നറിനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബൗളിൽ നിങ്ങൾക്ക് സാലഡ് എടുക്കാൻ, കൂട്ടത്തിൽ 1 2 ബോയിൽ ചെയ്ത എഗ്ഗ് കഴിക്കുക, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് ചിക്കൻ, അങ്ങനെയൊക്കെയുള്ള ഡിന്നർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ല ചോറോ ചപ്പാത്തിയോ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് അളവ് കുറച്ച് ചോറല്ലെങ്കിൽ ചപ്പാത്തി ഇതുപോലെ തന്നെ ഒരു ബിഗ് ബൗൾ ഓഫ് സാലഡിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു മാസം 2 മാസമൊക്കെ ഫോളോ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വെയിറ്റ്
കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള കുറച്ച് വെയിറ്റാണ് കുറയാനായിട്ട് എനിക്ക് കുറേ സമയം എടുത്തത്. കാരണം എനിക്ക് അതായത് ഞാൻ ശരിക്കും ഫുഡിൻ്റെ ടൈപ്പൊന്നും മാറ്റുകയാണ് ചെയ്തുള്ളൂ. ടോട്ടൽ എമൗണ്ടിൽ വലിയ കുറവൊന്നും വന്നെന്ന് പറയാനായിട്ടില്ല. പ്ലേറ്റിൽ ഇത്രയും കാര്യങ്ങൾ വരുമ്പം അത്യാവശ്യം നല്ല എമൗണ്ട് അല്ലേ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് തോന്നാതിരിക്കുമ്പം നമുക്ക് ഈ സങ്കടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വിശന്നിരിക്കുവാണല്ലോ ഇനി എന്നാ ചെയ്യുന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് മൂന്നാമത്തെ ദിവസം വാരി വലിച്ച് കഴിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ഈ ഒരു പ്ലാനിൽ ഉണ്ടാവുന്നേ ഇല്ല കേട്ടോ. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് നിങ്ങൾ 6 മാസം ആയവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഡയറ്റ് ചെയ്യാവുന്നതാണ്. തൈറോയിഡ് PCOS ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്കും ഈസി ആയിട്ട് ഈ ഡയറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും കാർബൻ്റെ അളവ്, കാർബോഹൈഡ്രേറ്റ് ഐറ്റം നമ്മൾ ഏതാണ് എടുക്കുന്നത് അതിൻ്റെ അളവ് ഇത്തിരി ഒന്ന് കുറയ്ക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം കുടിക്കുന്നത് 8 to 12 ഗ്ലാസ് ഓഫ് വാട്ടറാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അത്രയും കുടിച്ചിട്ട് ദാഹം കൂടുതലുള്ളവർക്ക് വീണ്ടും വെള്ളം കുടിക്കാം. പിന്നെ മിനിമം 8 ഗ്ലാസ്സിലെങ്കിലുമൊക്കെ എത്തിക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഡയറ്റും വർക്കൗട്ടും എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളൊരു 1-2 ആഴ്ച ഇങ്ങനെ പോട്ടെ. ഡയറ്റിനോടൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോൾ ഡയറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ഡയറ്റല്ല, നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ് ഒന്ന് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരിക്കലും ഇതിനെ ഡയറ്റെന്ന് വിളിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അതൊരു 2 ആഴ്ച മുമ്പോട്ട് പോയി അതിനോടൊന്ന് ഫെമിലിയർ ആയതിനു ശേഷം വർക്കൗട്ട് തുടങ്ങാം. നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ പോയാൽ വർക്കൗട്ടെന്നും പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഹാഫ് അവർ വർക്കൗട്ട്, അതിൻ്റെ അകത്ത് നമ്മളെ വാമപ്പും സ്ട്രെച്ചിങ്ങും എല്ലാം ഉൾപ്പെടെ കാർഡിയോ വർക്കൗട്ട്, ഫുൾ ബോഡി ഫാറ്റ് ബേൺ ആവുന്ന വർക്കൗട്ടാണ്. അപ്പോൾ പറ്റുന്ന ആളുകൾ അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. മധുരമൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നവർ മധുരം കുറച്ച് കൊണ്ടുവരിക. ഇപ്പം പൂർണ്ണമായിട്ട് നിർത്തണം എന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഒത്തിരി പേര് ചായയുടെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. ചായയൊക്കെ കുടിക്കേണ്ടവർക്ക് ചെറിയ രീതിയിൽ മധുരമായിട്ട് ചായ കുടിക്കാം, പക്ഷേ 1 കപ്പ് കുടിക്കുന്നെന്നുള്ളത് പതുക്കെ ആക്കുക. അപ്പോൾ പോർഷൻ കൺട്രോൾ ചെയ്ത് പറ്റുന്നവർ ഇപ്പം തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. നാളത്തേക്ക് വേണ്ടിയിട്ടല്ലേ April 1 വരെ വെയിറ്റ് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലേറ്റ് വാങ്ങിച്ച് വയ്ക്കുക. ആ പ്ലേറ്റിലായിരിക്കണം നമ്മൾ April 1 തൊട്ട് ഫുഡ് അറേഞ്ച് ചെയ്ത് കഴിക്കുന്നത്. പിന്നെ മേടിക്കണമെന്നൊന്നുമില്ല, വീട്ടിൽ അധികം ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, അത് എടുത്താലും മതി. കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ലാത്തൊരു സാധനം കാണുമ്പോൾ നമുക്കൊരു പുതുമ തോന്നുമല്ലോ. അപ്പോൾ അത് പിന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഒരു സ്മാരകമായിട്ടൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടൊരു പ്ലേറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഗ്രോസറി സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യലായിട്ടൊന്നും മേടിക്കാനില്ല. സാലഡിനുള്ള വെജിറ്റബിൾസ് വേണം. പിന്നെ ഈ നട്ട്സ്, സീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മേടിച്ച് വെച്ചേക്കുക. അപ്പോൾ അതാണ് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് എൻ്റെ വെയിറ്റ് കുറച്ച പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. ഇത്തവണ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ക്രേവിങ് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊന്നും നിർത്തി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്നേ ഇല്ല. ഞാൻ 5 ദിവസത്തെ മെനു ആയിരിക്കും നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. 5 ദിവസത്തെ മെനുവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് രീതിയിലാണ് ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ എല്ലാവരും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് ഫുഡ് പ്ലേറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു അറേഞ്ച് ചെയ്യേണ്ട ഒരു ഐഡിയ ഒക്കെ ഒന്നും കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.